സ്നേഹപൂർവ്വം ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആറ്റുവശ്ശേരിയിൽ കുട്ടികളെയും കുട്ടി പാരൻസ് അവിടെ എത്തുന്നുണ്ട് കേട്ടോ. ഈ സമയം ദേവനും യശോദയ്ക്ക് പുറത്തേക്ക് ചെല്ലുക. എല്ലാവരും എത്തിയല്ലോ, എന്നാൽ പിന്നെ രാധിക മോളെ കുട്ടികളെയും കൂട്ടി അകത്തേക്ക് ചെല്ലും. വാ മക്കളെ. അങ്ങനെ രാധിക എല്ലാവരെയും കൂട്ടി അകത്തേക്ക് ചെന്ന് ക്ലാസ്സൊക്കെ തുടങ്ങുവാണ്. ഇതേ സമയം ദേവനും യശോദയും അവരുടെ ഒപ്പം വന്ന പാരൻസിനോട് പറയണേ, എന്നാൽ പിന്നെ നമുക്കെല്ലാവർക്കും അകത്തേക്ക് കയറിയിരിക്കാം. വേണ്ട തിരുമേനി, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. എന്നാൽ ശരി, ഞാൻ അകത്തുനിന്ന് കുറച്ച് ചേരെടുത്ത് ഇങ്ങോട്ട് ഇടിപ്പിക്കാം. അയ്യോ അതൊന്നും വേണ്ട, ഇത് നമ്മുടെ വീടല്ലേ. പിന്നീട് കാണിക്കുന്നത് രാധിക അകത്ത് നിന്ന് കുട്ടികൾക്കൊപ്പം ഭഗവാനൊപ്പം പ്രാർത്ഥിക്കുവാണ്. അതിനുശേഷം കുട്ടികളെല്ലാവരും അവിടെ ഇരുത്തി മ്യൂസിക് ക്ലാസ് തുടങ്ങുവാണ് കേട്ടോ. ഈ ഒരു സമയത്തായിരിക്കും കാറിൽ സുകുമാരിയമ്മയും പ്രിയങ്കയും കൂടി അവിടെ എത്തുന്നത്. അങ്ങനെ രണ്ടുപേരും മുറ്റത്തിറങ്ങുന്നതും അവിടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ട് അവർ നോക്കുവാണ്. അല്ല മുത്തശ്ശി, എന്താ ഇവിടെ ഒരാൾക്കൂട്ടം? ആർക്കറിയാം, ഇനി ഇവിടെ ആരെങ്കിലും ചത്തു കാണുമോ? എന്നാണെങ്കിലും നമുക്ക് കയറി നോക്കാം മുത്തശ്ശി. എന്ത് തന്നെയാണെങ്കിലും ഇവിടെ കുറച്ച് ആൾക്കാരുള്ളത് നല്ലതല്ലേ. നമ്മുടെ ഇപ്പോഴുള്ള ജീവിതവും ആർഭാടും പത്രസവും ഒക്കെ അവരൊന്ന് കാണട്ടെ എന്ന്. അത് ശരിയാ പ്രിയങ്കമോളെ നീ പറഞ്ഞത്. നീ വാ. ഈ സമയം ദേവനും യശോദയും പുറത്തേക്ക് വരുവാണ്. അങ്ങനെ മുത്തശ്ശിനെയും പ്രിയങ്കയും കാണുന്നതും അവരിനി അടുത്ത പ്രശ്നത്തിന് വന്നിരിക്കുവാണല്ലോ എന്നുള്ള മട്ടിൽ രണ്ടുപേരും പരസ്പരം നോക്കുവാണ്. എന്നിട്ട് യശോദ ചോദിക്കണേ, അമ്മയും പ്രിയങ്കയും കൂടി ഇപ്പം എന്തിനും ഇങ്ങോട്ട് വന്നത്? ഇനിയും ഈ നരകം പിടിച്ച വീട്ടിൽ നിൽക്കുന്നില്ലെന്നും സ്വർഗത്തിലേക്കാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ. അതെടി, പറഞ്ഞതുപോലെ ഞങ്ങളിപ്പോൾ സ്വർഗത്തിൽ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ എന്ന് കരുതി ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ സമയം അവിടെ കൂടി നിന്നതിൽ ഒരു കുട്ടിയുടെ അമ്മ പറയണേ, അല്ല സുകുമാരി മുത്തശ്ശിയായിരുന്നു ഇത്, എന്ത് കോലം ഇതൊക്കെ എന്നും പറഞ്ഞ് അവർ ചിരിക്കുവാണ്. അന്നേരം സുകുമാരി പറയണേ, എന്താടി എൻ്റെ കോലത്തിനൊരു കുഴപ്പം? പണ്ടതുപോലെ ചാവാലി കോലമൊന്നും അല്ലേ ഇപ്പം. ഈ സുകുമാരിയെ കോടീശ്വരി. ഞാനും എൻ്റെ കൊച്ചുമോളും ഞങ്ങളുടെ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുവാണ്. അതൊന്നും കണ്ടിട്ട് നിങ്ങൾക്കൊന്നും പിടിക്കുന്നില്ലായിരിക്കും. അതിൻ്റെ അസൂയമൂത്ത് നിങ്ങൾ ഓരോന്നിതുപോലെ പറഞ്ഞു നടക്കുക. അതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല. ഈ സമയം അവരിലൊരാൾ പറയണേ, ഇതേ അല്പന ഐശ്വര്യം കിട്ടിയ അർദ്ധരാത്രി കുടപിടിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് കാണാൻ പറ്റി. അങ്ങനെ പറഞ്ഞ് അവരെല്ലാവരും കൂടി ചിരിക്കുവാണ്. അതൊക്കെ കേട്ടിട്ട് സുകുമാരിക്ക് അങ്ങ് ദേഷ്യം കയറുക. അല്ല, നിങ്ങളൊക്കെ ഇതിന് ഇവിടെ വന്നിരിക്കുന്നത്? അന്നേരം അവർ പറയണേ, അത് പിന്നെ ഞങ്ങളുടെ കുട്ടികളെ ഇവിടെ രാധികമുള്ള സംഗീതം പഠിപ്പിക്കുക. അന്നേരം ഒരിക്കും മുത്തശ്ശിക്കും പ്രേഗവും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. മുത്തശ്ശി പറയണേ, ഓ അത് ശരി, അപ്പോൾ ഇവിടെ മ്യൂസിക് ക്ലാസ്സൊക്കെ തുടങ്ങിയിരിക്കുക. എന്നാണെങ്കിലും വന്നത് കൃത്യസമയത്താണ്. നമുക്ക് ആ മ്യൂസിക് ക്ലാസ് പൊളിച്ചെടുക്കണ്ടേ മോളെ? പിന്നെ വേണ്ട മുത്തശ്ശി. അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും കൂടി അകത്തേക്ക് കയറുവാം. അന്നേരം ദേവൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളിതെന്ത് കൽപ്പിച്ചാൽ? ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണല്ലോ, എല്ലാം മതിയാക്കി. പിന്നെ എന്തിനാ വീണ്ടും മടങ്ങി വന്നിരിക്കുന്നത്? ഞങ്ങൾ വീണ്ടും ബുദ്ധിമുട്ടിക്കാനാണോ? ഇതെന്ത് കഷ്ടമാണ്. ഇവിടെ എൻ്റെ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഞാനതെടുത്തിട്ട് പൊക്കോളാം. ഈ സമയം യശോദ പറയുന്നുണ്ട്, അതെ, എൻ്റെ മോളിവിടെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഒന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2-3 കുട്ടികൾക്ക് സംഗീതം പറഞ്ഞു കൊടുത്തും അതുപോലെ പൊതിച്ചോറ് കിട്ടിക്കൊടുത്തൊക്കെ അവളൊന്ന് നിലത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിക്കുവാണ്. ദയവ് ചെയ്ത് രണ്ടുപേരും കൂടി വന്ന് പ്രശ്നം ഉണ്ടാകരുത്. അത് കേൾക്കുന്നതും പ്രിയങ്ക പറയണേ, ഓ അത് ശരി, അപ്പോൾ ഇവിടെ കാറ്ററിംഗ് യൂണിറ്റൊക്കെ തുടങ്ങിയിരിക്കുവാണല്ലേ. മുത്തശ്ശി, അധികം വൈകാതെ തന്നെ അവൾ നമ്മളെക്കാൾ വലിയ നിലയിലെത്താൻ പോകുവാം എന്നൊക്കെ പറഞ്ഞ് രാധിക പരിഹസിക്കുവാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എടി നിൻ്റെ മോളോടൊന്ന് പറഞ്ഞേക്ക്, അവളിനി എത്ര തലകുത്തിന്ന് ശ്രമിക്കാൻ നോക്കിയാലും ഞങ്ങൾക്കൊപ്പം അവൾക്കും അവളുടെ എല്ലാം നഷ്ടപ്പെട്ട ഭർത്താവുണ്ടല്ലോ അവനൊന്നും എത്താൻ പറ്റില്ലെന്ന്. നീ വാടി മോളെ എന്നും പറഞ്ഞ് രണ്ടും കൂടി അകത്തേക്ക് കയറി പോകുവാണ്. ഈ സമയം ദേവൻ അവിടെ നിന്ന് അവരോട് പറയണേ, അതെ, എൻ്റെ അമ്മയും പ്രിയങ്കയൊക്കെ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുക. ഒന്നും വിചാരിക്കരുത്. തിരുമേനി എന്തിനാ ഞങ്ങളോട് മാപ്പ് പറയുന്നത്? സുകുമാരി അമ്മയുടെയും മകളുടെയും സ്വഭാവമൊക്കെ ഞങ്ങൾക്കറിയാവുന്നതല്ലേ. ഞങ്ങളതിനെ അത്ര എടുത്തിട്ടുള്ളൂ. ഈ സമയം രാധിക കുട്ടികൾക്ക് സംഗീതം പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ഥലത്തേക്കുണ്ടല്ലോ, ഫോണിൽ പാട്ടും വെച്ച് പ്രിയങ്കയും മുത്തശ്ശിയും കൂടി അങ്ങോട്ട് വന്ന് അവിടെ കുട്ടികളുടെ മുമ്പിൽ നിന്ന് ഡാൻസ് കളിക്കുവാണ്. അതുകൊണ്ട് രാധിക പ്രിയങ്കയോട് ചോദിക്കണേ, എന്താ ഇത്? അതൊന്ന് ഓഫ് ചെയ്തേ പ്രിയങ്കയെ, കുട്ടികൾക്ക് ഞാൻ സംഗീതം പറഞ്ഞു കൊടുക്കുന്നത് കണ്ടില്ലേ? അന്നേരം പ്രിയങ്ക പറയണേ, എൻ്റെ പിള്ളേരെ, ഈ കാലത്ത് ഈ സാരി ഗമയൊക്കെ പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? ആ സമയത്തെ ഇതുപോലുള്ള വല്ല റാപ്പ് സോങ് പഠിക്കും. അതൊക്കെയാണെങ്കിൽ വല്ല ഉപകാരപ്പെടും. പ്രിയെ, സംഗീതം ദൈവത്തിൻ്റെ കലയാണ്, അതിനിങ്ങനെ അപമാനിക്കുന്ന പോലെ സംസാരിക്കരുത്. അന്നേരം മുത്തശ്ശി പറയണേ, എടി നീ ആദ്യം മിണ്ടാതിരിക്കുക. ഇവിടെ മ്യൂസിക് ക്ലാസ് തുറക്കാൻ നിന്നോട് ആര് പറഞ്ഞു? നീ എന്താ കാര്യത്തിൻ്റെ പേരിലാണ് ഇവിടെ ഇങ്ങനെ ഒരു ക്ലാസ് തുടങ്ങിയത്? ഇവിടെ ഈ ക്ലാസ് നടത്തുന്നതിൽ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പിള്ളേരോടൊക്കെ ഇവിടെ നിന്നീറ്റ് പോകാൻ പറ. എടാ ചക്ക, നിൻ്റെ പേരെന്താടാ? നീ ആ കള്ളൻ രാഘവൻ്റെ മോനല്ലേ? അത് ശരി, ഇങ്ങനെയുള്ളവരെയൊക്കെയാണല്ലേ നീ ഇവിടെ വിളിച്ചു വരുത്തി സംഗീതം പഠിപ്പിക്കുന്നത്? കൊള്ളാലോ. മര്യാദയ്ക്ക് എല്ലാ തിങ്കളും ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോണം. ഈ സമയം മുത്തശ്ശി ഒരു പെൺകൊച്ചിൻ്റെ ചെവി കയറി പിടിക്കുവാണ്. എന്നിട്ട് ആ കുട്ടിയുടെ ചെവി പിടിച്ച് തിരിച്ചുകൊണ്ട് പറയണേ, അതെ,
നിന്നോട് നടി പറഞ്ഞാൽ മനസ്സിലാവില്ലേ, എല്ലാവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കോണം എന്നിപ്പോൾ തന്നെ. ഈ സമയം രാധിക ആ കുട്ടീനെ പിടിച്ച് മാറ്റുക. മുത്തശ്ശി എന്തായി കാണിക്കുന്നത്? മോളെ വേദനിച്ചു നിനക്ക്? അന്നേരം പ്രിയങ്ക പറയണേ, അതെ, ഇതേ എനിക്കും എൻ്റെ മുത്തശ്ശിക്കും അവകാശപ്പെട്ട വീടാണ്. ഇവിടെ എന്ത് നടക്കണം എന്ത് നടക്കണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. അല്ല, ഇവിടെ വേറൊരാളും കൂടി ഉണ്ടായിരുന്നല്ലോ. ഇവിടെ വന്ന് വലിഞ്ഞു കയറി ഒരു ഉടുപ്പില്ലാതെ കിടക്കുന്ന ഒരാൾ, അവനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അല്ലേ മുത്തശ്ശി? പിന്നെ വേണ്ടേ? അതിന് നീ എൻ്റെ അനുവാദത്തിനെ കാത്തു നിൽക്കുന്ന എന്താ? നീ കയറി ചെല്ലങ്ങോട്ട്. ഈ സമയം ദേവനും യശോദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ വരുണിൻ്റെ അരികിലേക്ക് പ്രിയങ്ക പോകുന്നത് തടയാനായിട്ട് ദേവ ശ്രമിക്കുക. അച്ഛ, ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ? ഇല്ല, നീ എങ്ങോട്ടും പോകുന്നില്ല. വരുണിൻ്റെ അരികിലേക്ക് നിന്നെ ഞാൻ വിടില്ല. അതിന് അച്ഛൻ്റെ സമ്മതം ആർക്ക് വേണം? അങ്ങോട്ട് മാറി നിൽക്കേ എന്നും പറഞ്ഞ് ദേവൻ്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് വരുണിൻ്റെ റൂമിലേക്ക് നേരെ ചെല്ലുവാണ്ടോ പ്രിയങ്ക. ഈ സമയം വരുണാണെങ്കിൽ ആദ്യം കിടക്കുമായിരിക്കും. പെട്ടെന്ന് എഴുന്നേറ്റ് ഫോൺ എടുത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരമാണ് പ്രിയങ്ക റൂമിലേക്ക് വരുന്നത്. അത് ശരി, ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ഇയാളുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെന്തോ സ്വർഗതുല്യമായ ജീവിതം നയിക്കാൻ പോകുന്നതെന്നാണല്ലോ പറഞ്ഞത്. എന്നിട്ട് ഇതാണോ സ്വർഗം? ഭാര്യ വീട്ടിൽ പരമസുഖം ആയിട്ട് ഇപ്പോൾ ജീവിക്കുവാണല്ലേ? കഷ്ടം തന്നെ. നാളുണ്ടോട്ടോ നിങ്ങൾക്കിങ്ങനെ ഭാര്യ വീട്ടിൽ വന്ന് ജീവിക്കാൻ? ഇതേ എനിക്കും എൻ്റെ മുത്തശ്ശിക്കും അവകാശപ്പെട്ട വീടാ. അവിടെ ഇങ്ങനെ വന്ന് അട്ടിപ്പേറ് കിടക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഇതിലും ഭേദം ഏതെങ്കിലും തെരുവിൽ പോയി തെണ്ടി ജീവിക്കുന്നതാണ്. ഈ സമയം പ്രിയങ്കയുടെ ഇത്തരം മോശമായിട്ടുള്ള വാക്കുകളൊക്കെ കേട്ട് തലതുള്ളി അങ്ങോട്ടേക്ക് വന്ന രാധിക പ്രിയങ്കയുടെ കരണത്തിട്ടൊന്ന് പൊട്ടിക്കുക. നീ ധാരുടെ മുഖത്ത് നോക്കി ഇതൊക്കെ പറഞ്ഞെന്നറിയോ? എൻ്റെ ഭർത്താവിനെ അപമാനിക്കാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത്? അന്നേരം മുത്തശ്ശിയും ദേവനും യശോദയും എല്ലാവരും അവിടെ എത്തുവാണ്. മുത്തശ്ശി പറയണേ, എൻ്റെ പ്രിയങ്കമോൾ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത്? ഇത് എൻ്റെ പ്രിയങ്കമോൾക്കും കൂടി അവകാശപ്പെട്ട വീടാണ്. ഞങ്ങൾക്കിവിടെ അഭിപ്രായങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. ഇവൻ ആരാണ്? എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങിയെങ്കിൽ അവിടെ ജീവിക്കണം, അല്ലാതെ ഈ വീട്ടിലേക്ക് വലിഞ്ഞേറി വരികയല്ല ചെയ്യേണ്ടത്. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞ് ദേവൻ ബഹളം വെക്കുവാണ്. നീ ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞിരിക്കും. ഇവനോളം ചേർന്ന് എൻ്റെ പ്രിയങ്കമോളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ശിക്ഷ രണ്ടും കൂടി ഇപ്പോൾ അനുഭവിക്കുന്നത്. ഞങ്ങളിപ്പോൾ എല്ലാവരും കണ്ണുവെക്കുന്ന തരത്തിൽ വളർന്നുകൊണ്ടേ ഇരിക്കുവാണ്. എന്നാൽ ഇവിടെ ഇവളുടെ ഭർത്താവും എല്ലാം നഷ്ടപ്പെട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുമല്ലേ. ഈ സമയം പ്രിയങ്കയെ നോക്കിക്കൊണ്ട് രാധിക ദേഷ്യത്തിൽ പറയണേ, നിർത്തുന്നുണ്ടോ? നിങ്ങളീ പറയുന്ന കോടികളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നതെന്നറിയോ? എൻ്റെ ഭർത്താവ് തന്ന ഭിക്ഷയാണത്. അല്ലാതെ നീയൊക്കെ എന്തെങ്കിലും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണോ അത്? എല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണ് ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്കുവാണ്. അന്നേരം നീയും നിൻ്റെയും മുത്തശ്ശിയും കൂടി ഇതുപോലെ ഓരോന്നൊക്കെ പറഞ്ഞ് വന്നാലുണ്ടല്ലോ, അതൊന്നും കേട്ട് സഹിച്ചു നിൽക്കുന്ന പഴയ രാധികയല്ല ഞാൻ. ഇതിനെക്കുറിച്ച് ഞാൻ നിനക്ക് മുമ്പേ വാണിംഗ് തന്നിട്ടുള്ളതാണ്. ഇതുവരെ നിന്നെ ശപിച്ചിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു പോകുക, എൻ്റെ വരുൺ തെരുവി തെണ്ടി നടക്കുമെന്ന് നീ പറഞ്ഞല്ലോ. എന്നാൽ വരുണായിരിക്കില്ല അങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കാൻ പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നതും നിങ്ങൾ രണ്ടുപേരും പുച്ഛിച്ച് തള്ളുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങൾക്കിതിനുള്ള പ്രതിഫലം തന്നിരിക്കും. നീയും നിൻ്റെ ഈ അഹങ്കാരം പിടിച്ച തള്ളയും കൂടിയായിരിക്കും തെരുവിൽ അധികം വൈകാതെ തെണ്ടിത്തിരിയാൻ പോകുന്നത്. ആ കാഴ്ച ഞങ്ങൾ കാണുകയും ചെയ്യും. അത് കേട്ട് ദേഷ്യത്തിൽ നിൽക്കുവാണ്ടോ പ്രിയങ്കയും സുകുമാരിയൊക്കെ. ഈ സമയം ദേവനാണെങ്കിൽ പ്രിയങ്കയെ ബലമായിട്ട് അവിടെ നിന്ന് പിടിച്ചിറക്കുക. വാടിയുടെ എന്നും പറഞ്ഞ് പ്രിയങ്കയെ പിടിച്ച് പുറത്തേക്ക് തള്ളുവാണ്. പിന്നാലെ സുകുമാരിയോടും ഇറങ്ങിപ്പോകാൻ പറയണേ. എന്താ അമ്മ നോക്കി നിൽക്കുന്നത്? അമ്മേനെയും പിടിച്ച് ഇവളെപ്പോലെ പുറത്തേക്ക് എറിഞ്ഞ് തള്ളണോ ഞാൻ? സഹികെട്ട് നിൽക്കുവാ ഞാൻ. അമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല. മര്യാദക്ക് ഇപ്പം തന്നെ ഇവളെയും കൂട്ടിവിടുന്ന് പൊക്കോണം. ഈ സമയം അവിടെ നിന്നിരുന്ന ആൾക്കാരും പ്രശ്നം ഉണ്ടാക്കുവാണ്. അതെ, നിങ്ങൾ മര്യാദയ്ക്ക് ഇപ്പം തന്നെ ഇവിടെ നിന്ന് പൊക്കോണം. നിങ്ങളെ ഞങ്ങളുടെ കുട്ടികൾ അകത്തിരുന്ന് സംഗീതം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിനെ മുടക്കാനും അവരെ തടസ്സപ്പെടുത്താനും കുട്ടികളെ ഉപദ്രവിക്കാനും ശ്രമിച്ചു. അതിൻ്റെ പേരിൽ ഞങ്ങളൊരു കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്താലുണ്ടല്ലോ, പിന്നെ മുത്തശ്ശിയും കൊച്ചുമോളും കൂടി അകത്ത് ജയിലിൽ അഴിയണ്ണി കിടക്കേണ്ടി വരും. രാധികമോളും അവളുടെ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിന്ന് ജീവിക്കാൻ ശ്രമിക്കുവാണ്. അതിന് തടസ്സമായിട്ട് നിങ്ങൾ വന്നാലുണ്ടല്ലോ, പിന്നെ ഞങ്ങളെ നാട്ടുകാർ തന്നെ കയറി ഇടപെടാൻ ശ്രമിക്കും. ഞങ്ങൾ നാട്ടുകാർ തന്നെ നിങ്ങൾക്ക് നേരെ കല്ലെറിഞ്ഞോടിക്കും. അതുകൊണ്ട് തിരുമേനി പറഞ്ഞത് കേട്ടില്ലേ? മര്യാദക്ക് കൊച്ചുമോളെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്ക്. അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നാണം കെട്ട് നിൽക്കുവാണ്ടോ സുകുമാരിയും പ്രിയങ്കയൊക്കെ. ഈ സമയം സുകുമാരി പറയുന്നുണ്ട്, ദേവാ തൽക്കാലം ഞങ്ങൾ പോകുവാണ്. പക്ഷേ നീ ഒന്ന് സന്തോഷിക്കണ്ട, അധികം വൈകാതെ ഞങ്ങൾ തിരിച്ചു വരും. നോക്കണമല്ലോ ഈ നാട്ടിൽ നിയമവും കോടതിയൊക്കെ ഉണ്ടോയെന്ന്. വാ മോളെ. അങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ദേവൻ അവിടെയുള്ള എല്ലാവരോടും മാപ്പ് പറയുന്നുണ്ട്. അന്നേരം അവർ പറയണേ, തിരുമേനി എന്തിനാ മാപ്പ് പറയുന്നത്? അവരുടെ സ്വഭാവം കാട്ടിക്കൂട്ടിലൊക്കെ ഞങ്ങളും കണ്ടതല്ലേ. അതൊക്കെ കണ്ട ആരുടെ പരിധിയെ വിട്ടുപോകാത്തത്? അതൊന്നും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികളെ ഇനി ഇവിടെ വിട്ട് തന്നെ സംഗീതം പഠിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമയം രാധിക പറഞ്ഞേ, അച്ഛാ ഞാനൊന്ന് പോയി വരുണ് നോക്കിയിട്ട് വരാം. അങ്ങനെ പറഞ്ഞ് രാധിക നേരെ വരുണിൻ്റെ അരികിലേക്ക് ചെല്ലുവാം.
ഈ സമയം വരണാണെങ്കിൽ ആകെ ടെൻഷനിൽ നിൽക്കുമായിരിക്കും. അന്നേരം രാധിക വരുണിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയം വരുൺ പറയണേ, എടോ താൻ എന്നെ ആശ്വസിപ്പിക്കാനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അവർ പറഞ്ഞതിലും കാര്യമില്ലേ? എനിക്ക് ഈ വീട്ടിൽ എന്ത് അവകാശമുള്ളത്? പ്രിയങ്കയുടെയും സുകുമാരി മുത്തശ്ശിയുടെയും അവകാശത്തിലുള്ള വീടല്ലേ ഇത്. അങ്ങനെയുള്ളപ്പോൾ ഞാനിവിടെ താമസിക്കുന്നത് ശരിയായ കാര്യമല്ല. ഞാനൊരു തീരുമാനത്തിൽ എത്തി. നമുക്കിവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാടോ. ഒരു ചെറിയ വാടക വീടെടുക്കാം, അവിടെ താമസിക്കാം. വരുൺ എന്തൊക്കെയാണ് പറയുന്നത്? അതിന് പ്രിയങ്ക മുത്തശ്ശിയൊന്നും അല്ലല്ലോ നമ്മളിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്, അച്ഛനും അമ്മയല്ലേ. അവർക്ക് നമ്മളിവിടെ താമസിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. പിന്നെന്താ വരുൺ? എടാ രാധിക, തനിക്ക് ചിലപ്പോൾ വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. താനിവിടെ മ്യൂസിക് ക്ലാസ്സും അതുപോലെ കാറ്ററിംഗ് യൂണിറ്റും ഒക്കെ തുടങ്ങിയിരിക്കുമല്ലേ. ഒരു കാര്യം ചെയ്യ്, താനിവിടെ നിൽക്ക്. എന്താണെങ്കിലും ഞാനിവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചു. അതിലിനി ഒരു മാറ്റവും ഇല്ല. വരുണെന്താ എന്നെക്കുറിച്ച് അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? വരുണിനെ പ്രതിസന്ധിയിൽ ഒറ്റക്കാക്കി പോകുന്ന ഒരു പെണ്ണായിട്ടാണോ വരുണിനെ കണ്ടിരിക്കുന്നത്? വരുൺ എന്താണെങ്കിലും ഒന്ന് നിൽക്ക്, ഞാൻ അച്ഛനോടും അമ്മയോടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് രാധിക പുറത്തേക്ക് ചെല്ലുവാം. ഈ സമയം ദേവനാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരെയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും. മോളെ, ഞാൻ തൽക്കാലം അവരെയൊക്കെ പറഞ്ഞു വിട്ടു. നാളെ അവർ കുട്ടികളെ ഇങ്ങോട്ട് നേരത്തെ തന്നെ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ അച്ഛാ. ഇവിടെ അതിലും വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ട്. വരുൺ ഇവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുവാണ്. എനിക്കെന്താ പറയണമെന്നറിയില്ല. അച്ഛനും അമ്മയും ഒന്ന് വന്ന് സംസാരിക്ക്. അങ്ങനെ ദേവനും യശോദയും അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴായിരിക്കോട്ടോ വരുൺ അവരുടെ അരികിലെത്തുന്നത്. മോനെ, രാധിക മോളെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോൻ അവർ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ട് ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത്. മോനോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് ഞാനല്ലേ. എൻ്റെ ആഗ്രഹം നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാകണമെന്നാണ്. അവരങ്ങനെ പലതും പറയും. ഇനി അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചോളാം. അച്ഛാ, ഇവിടുന്ന് പോയപ്പോഴും അവർ പറഞ്ഞത് കേട്ടില്ലേ? അവർ നിയമത്തിൻ്റെ നടപടികൾക്ക് വേണ്ടി പോകുമെന്ന്. അവർ പോലീസിനെയും കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവില്ലേ? എന്തൊക്കെ പറഞ്ഞാലും പ്രിയങ്കയ്ക്കും അവരുടെ മുത്തശ്ശിക്കും കൂടി അവകാശമുള്ള വീടല്ലേ ഇത്. എനിക്കാണ് ഇവിടെ യാതൊരു അവകാശമില്ലാത്തത്. അങ്ങനെയുള്ളപ്പോൾ അവരുടെ വീട്ടിൽ അവർക്കിഷ്ടമുള്ള ഒരാൾ താമസിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് നിയമപരമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാം. അങ്ങനെ കണിമംഗലത്ത് നിന്ന് ഇറക്കി വിട്ടതുപോലെ ഇവിടെ നിന്നും കൂടി ഇറക്കി വിട്ടാൽ ഞാനാകെ തകർന്നു പോകുവച്ചാൽ. അങ്ങനൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എന്താണെങ്കിലും രാധികൾക്ക് ഇവിടുന്ന് എല്ലാം ഉപേക്ഷിച്ചാൽ വീട്ടിലിറങ്ങി വരാൻ പറ്റില്ലല്ലോ. അയാൾക്ക് ഇവിടെ മ്യൂസിക് ക്ലാസ്സൊക്കെ ഉള്ളതല്ലേ. അതുകൊണ്ട് രാധിക ഇവിടെ നിൽക്കട്ടെ. തൽക്കാലം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിലിനി അച്ഛനും അമ്മേനെ തടയരുത്. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്ത് നിൽക്കുന്ന വരുണിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് കൽപ്പനയും ഉർവശിയും കൂടി കാറിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കാറിൽ പോകുമ്പോഴായിരിക്കും കൽപ്പന ഒരു കാഴ്ച കാണുന്നത്. വഴിയിൽ കാറിൻ്റെ അവിടെ കാർ നിർത്തിയിട്ട് സാറയുമായിട്ട് കൊഞ്ചി കുഴിഞ്ഞ് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രശേഖരനെ ആ കാഴ്ച കാണുന്നതും കൽപ്പന ഡ്രൈവറിനോട് വണ്ടി നിർത്താൻ പറയണേ. അതെ, വണ്ടി ഒന്ന് നിർത്തിക്കേ. ചെറിയമ്മേ, ഒരു കാഴ്ച കണ്ടോ? എന്ത് കാഴ്ചയടി? ആ കാഴ്ച ഞാൻ കാണേണ്ട കാഴ്ചയല്ല, ചെറിയമ്മ നേരിട്ട് കാണേണ്ട കാഴ്ചയാ. ദേ നോക്കിക്കേ ആരൊക്കെയാ നിൽക്കുന്നതെന്ന്. അങ്ങനെ ഉർവശിക്കിനെ ആ കാഴ്ച കാണിച്ചു കൊടുക്കുവാണ് കേട്ടോ. അതുകൊണ്ട് വിശ്വസിക്കാനാവാതെ ഞെട്ടിത്തിരിച്ച് നിൽക്കുവാണ് ഉർവശി. അങ്ങനെ കലിബുണ്ട് ഉർവശി കൽപ്പനക്കൊപ്പം കാറിൽ നിന്നിറങ്ങുവാണ്. അങ്ങനെ സാറയും ചന്ദ്രശേഖരനെയും ഒരുമിച്ച് കണ്ട് ദേഷ്യത്തിൽ അവരുടെ അരികിലേക്ക് പോകാൻ നിൽക്കുന്ന ഉർവശിനെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്